ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ബീട്രൂട്ട് തോരൻ തയ്യാറാക്കി നോക്കാം. അപ്പം ബീട്രൂട്ട് തോരന് വേണ്ടിയുള്ള ബീട്രൂട്ട് ഇവിടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചോപ്പറിലൊക്കെ ചോപ്പ് ചെയ്തെടുക്കും. എന്നാലും ഇങ്ങനെ കൈകൊണ്ട് കൊത്തി അരിഞ്ഞ് എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ബീട്രൂട്ട് തോരനൊരു പ്രത്യേക രുചി വരുന്നത്. അപ്പം 2 വലിയ ബീട്രൂട്ടാണ് ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങാപ്പീരയും കൂടെ ആഡ് ചെയ്യാണ്. ഇനി ഒരു 4 പച്ചമുളക്, അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്, കാരണം നമ്മുടെ ബീട്രൂട്ടിന് ചെറിയൊരു മധുരം കാണുമല്ലോ. അപ്പം പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നല്ലപോലെ കൈകൊണ്ട് ഞെവിടി അങ്ങ് യോജിപ്പിച്ചെടുക്കണം. ആ തേങ്ങയിൽ നിന്നും ബീട്രൂട്ടിൽ നിന്നും സവോളയിൽ നിന്നും ഒക്കെ ഇറങ്ങുന്ന വെള്ളത്തിൽ ഇത് നല്ലപോലെ അങ്ങ് യോജിപ്പിച്ചങ്ങ് എടുക്കുക. അല്ലാതെ നമ്മൾ എളുപ്പത്തിന് ചെയ്യുന്ന പോലെ, അതായത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് ആദ്യമേ സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് നമ്മൾ തോരൻ വെക്കുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിൻ്റെ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. അത് ആദ്യമേ ഇടേണ്ടതായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തു കയ്യിലേതും കൂടെ ഞാനങ്ങ് എടുക്കും കേട്ടോ, കളയണ്ടല്ലോ. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തോരനുണ്ടാക്കാം. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടീസ്പൂൺ കടുക്, അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് കരിയാതെ ഇളക്കി ചെറിയൊരു ബ്രൗൺ കളർ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് തോരൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ നടുക്കോട്ടൊന്ന് നല്ലപോലെ ഒതുക്കി വെച്ചതിന് ശേഷം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്ക് തുറന്നു നോക്കാം, ഇളക്കി കൊടുക്കാം. എന്തൊരു മണം! ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഒരു 5-6 മിനിറ്റ് അതിൻ്റെ ആ ചെറിയ വെള്ളമയമെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരം കൂടെ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് കിടക്കട്ടെ. ഒന്നും കൂടെ ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു തോരനല്ലേ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ, ടേക്ക് കെയർ.